ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർകൊള്ളും. അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിനെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്നു. അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. അപ്പോൾ കർത്താവായ യേശു കർത്താവിൻ്റെ ലാസ്റ്റ് സപ്പറാണ്, അന്ത്യത്താഴമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സിയോൻ മാളിക മുകളിൽ അവിടെ ശിമോൻ്റെ വീട്ടിൽ ഒരുക്കിയ ആ പെസഹായുടെ ആ വലിയ ഒരുക്കം കർത്താവായ യേശു കർത്താവിൻ്റെ മരണത്തിന് മുമ്പായി ചെയ്യുന്നതാണ്. ആ ഒരുക്കത്തിന് വേണ്ടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ തന്നെ ഒരുക്കി ജീവിക്കുവാൻ, നമ്മളെ തന്നെ പുതുതായിട്ട് ഒരുക്കുവാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ഒരുക്കുന്ന ആ ലാസ്റ്റ് സപ്പറിൻ്റെ അനുഭവം ഞങ്ങൾ കേട്ടല്ലോ. അതാണല്ലോ പെസഹ ആണല്ലോ ഞങ്ങളുടെ കുർബാന, വിശുദ്ധ കുർബാന. ആ കുർബാനയാണല്ലോ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. ആ ശക്തീകരണത്തോടുകൂടി ഞങ്ങൾ മുന്നേറുവാൻ സഹായിക്കുന്നു. വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുർബാനയുടെ ശക്തിയിൽ കൃപ വ്യാപരിച്ചാട്ട് ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കാൻ സഹായിച്ചാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.